നല്ല ഫ്രഷ് ചീര. ഇത് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം മാറ്റിയെടുക്കണം. വൃത്തിയാക്കി എടുത്ത ചീര ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പിടി ചീര ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്തെടുക്കാം. ചീരയിൽ റെഡ് കളറിലുള്ള ചീരയ്ക്കാണ് കൂടുതൽ ഗുണങ്ങൾ. ധാരാളം അയണും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. തണ്ടിൻ്റെ ഭാഗവും ഉപയോഗിക്കും. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുന്നതിനായി ഒരു കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചാൽ വിരലയിൽ പാടൊന്നും വരാതിരിക്കും. ഇതുപോലെ ചീര മുഴുവനും അരിഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ ചീര മുഴുവനും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞും 2-3 പച്ചമുളക് നടുവേ കീറിയും എടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ ഒരു 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് തേങ്ങ ഒന്ന് ചതഞ്ഞു വന്നാൽ മതി, കൂടുതൽ അരഞ്ഞു പോകരുത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് വറക്കാം. ചിലപ്പോൾ 1 ടീസ്പൂൺ അരി ചേർക്കും. ഇതൊക്കെ ആ തോരൻ്റെ ഇടയിലൊന്ന് കടിക്കുന്നത് ഒരു നല്ല ടേസ്റ്റാണ്. കടലപ്പരിപ്പ് നല്ലതായിട്ട് പൊരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വഴറ്റാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. 2 കെട്ട് ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചീരയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. താഴെ പോകാതെ ശ്രദ്ധിച്ച് ഇളക്കണം. ഇത് വേകാൻ അധികം ടൈം വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അരിഞ്ഞെടുക്കുന്ന താമസം നമുക്ക് കറി റെഡി. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചതും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിലിട്ട് എല്ലാം ചേർത്ത് ഇളക്കി വഴറ്റിയെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇലയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ വെന്ത് കിട്ടും. എല്ലാം ഇങ്ങനെയൊന്ന് കൂട്ടി വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ആവി വന്നൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ കൂട്ട് ചേർക്കാം. വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചീര തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടച്ചധികം നേരം വെക്കണ്ട, അതിൻ്റെ കളർ മാറിപ്പോവും. ഇനി എല്ലാം ഒന്ന് ചേർത്ത് കൂട്ടി വെച്ച് ഒരു 3 മിനിറ്റ് അടച്ചു വെക്കാം. ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. തോരൻ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമയമൊന്നും അധികം പിടിക്കാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റിലായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ചീരത്തോരൻ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഗുണമേന്മയേറിയതുമായിട്ടുള്ള ചീരത്തോരൻ. ചീരത്തോരൻ ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഗുണമേന്മേറിയതുമാണ്. ഈ ചീരത്തോരൻ ഇനിയൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കട്ടെ. ചുവന്ന ചീരയുടെ ആ കളർ കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക്